ആമിൽ അൽ റസൂൽ അധ്യായം 2. ഈദുൽ അൻസറത്ത് വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ കൂടിയിരുന്ന ബൈത്ത് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരിൽ ഓരോരുത്തരുടെയും മേൽ വന്നു പതിച്ചതായി അവർ കണ്ടു. അവരെല്ലാവരും റൂഹുൽ ഖുദ്ദൂസിനാൽ നിറഞ്ഞു. റൂഹ് കൊടുത്ത നിയമത്തനുസരിച്ച് അവർ മുഖ്തലിഫായ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ദുനിയാവിലുള്ള സകല രാജ്യത്തിൽ നിന്നും വന്ന ദീനിയായ ജൂതർ ജെറുസലേമിലുണ്ടായിരുന്നു. ശബ്ദമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ റസൂലുകൾ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. അവർ വളരെ അജബോടെ പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? പിന്നെ നാം ഓരോരുത്തരും നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ? ഫറത്തിയൻ, മേദേസ്, എലമൈറ്റൂസ്, മെസപ്പൊട്ടോമിയ, യഹൂദിയ, കപ്പഡോക്കിയ, പോന്തസ്, ഏഷ്യ, ഫ്രീഗ്യ, പാംഫീലിയ, മിസ്രി, കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും താമസിക്കുന്നവരും റുമാനിയയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും ജൂതരും ജൂതദീൻ കബൂലാക്കിയവരും ക്രീത്തനുകളും അറബികളുമായ നാം എല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ അവർ വിവരിക്കുന്നതെല്ലാം നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം മഴന എന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും അജബിലാവുകയും അമ്പരപ്പിലാവുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ മക്കാറാക്കി പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് മത്ത് പിടിച്ച് ഹാലിളകിയിരിക്കുകയാണ്. എന്നാൽ സഫ്വാൻ മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉറക്കെ അവരോട് പറഞ്ഞു, അയ്യുഹൽ യഹൂദ്, ജെറുസലേമിലെ മുഖീമീനുകളെ, ഇത് അറിഞ്ഞുകൊള്ളുക, എൻ്റെ കലാം ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ മത്ത് പിടിച്ച് ഹാലിളകിയവരല്ല. ഇപ്പോൾ സുബഹിൻ്റെ സമയം കഴിഞ്ഞ് 9 മണിയല്ലേ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് യൂയിൽ നബി പറഞ്ഞിട്ടുള്ളതാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ റൂഹിനെ ഞാൻ പകരും. നിങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾ മിറാജ് കാണും. നിങ്ങളുടെ പ്രായമായവർ കിനാവ് കാണും. എൻ്റെ ഖാദിമകളുടെയും മേൽ ഞാൻ എൻ്റെ റൂഹിനെ പകരും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ മുജിസാത്തുകളും ദുനിയാവിൽ അലാമത്തുകളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും പുകച്ചുരുളും റബ്ബിൻ്റെ അളീമായതും ഷഹീറായതുമായ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. എന്നാൽ റബ്ബിൻ്റെ ഇസ്മിൽ തൽബ് ചെയ്യുന്നവർ ഇഖ്ലാസിലാകും. യാ ബനു ഇസ്രായേൽ, ഈ കലാം കേൾക്കുകയും നിങ്ങൾ അറിയുന്നത് പോലെ അള്ളാഹു നസ്രീനായ ഈസയിലൂടെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച അവയുമായ കാര്യങ്ങൾ കൊണ്ടും അവൻ്റെ മോജിസാത്തുകളും അലാമത്തുകളും കൊണ്ടും നിങ്ങൾക്ക് ഷഹാദത്ത് ചെയ്തിരിക്കുന്നു. അവൻ അള്ളാഹുവിൻ്റെ മശിയത്തും മഹത്തൂമത്തുമായ ഇൽമിനനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. ളാലിമീങ്ങളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ അള്ളാഹു അവനെ മൗത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ഉയർപ്പിച്ചു. കാരണം അവൻ മൗത്തിൻ്റെ പിടിയിൽ കഴിയുക മുസ്തഹീലായിരുന്നു. ദാവൂദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ റബ്ബിനെ ദായിമായി കൺമുമ്പിൽ കണ്ടിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവൻ എൻ്റെ വലത്തുവശത്തുണ്ട്. എൻ്റെ കൽബ് സഹാദത്തിലായി, എൻ്റെ നാവ് ശുക്ർ പാടി, എൻ്റെ ശരീരം പ്രത്യാശയോടെ ഇരിക്കും. എന്തെന്നാൽ എൻ്റെ റൂഹിനെ അവൻ ജഹന്നത്തിൽ ഉപേക്ഷിക്കുകയില്ല. നിൻ്റെ ഖുദ്ദൂസായവനെ ഫസാദാക്കാൻ അനുവദിക്കുകയുമില്ല. ഹയാത്തിലേക്ക് നയിക്കുന്ന തരീഖകൾ അവൻ എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ ഹദറത്തിൽ അവൻ എന്നെ സഹാദത്തിലാക്കും. ഇഖ്വാനീങ്ങളെ, ഗോത്രപിതാവായ ദാവൂദിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ധൈര്യമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മൗത്താവുകയും ഖബറടക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ഖബറിടം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവനൊരു നബിയായിരുന്നു. തൻ്റെ പിൻഗാമികളിൽ ഒരാളെ തൻ്റെ അർശിലിരുത്തും എന്ന് അള്ളാഹു അവനോട് ചെയ്ത പ്രതിജ്ഞ അവന് അറിയാമായിരുന്നു. അങ്ങനെ അവൻ ജഹന്നത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അവൻ്റെ ശരീരം ഫസാദാക്കാൻ ഇടയായതുമില്ല എന്ന് അൽ മസീഹിൻ്റെ അസ്തിയാദത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞത്.
ഈ ഈസയെ അള്ളാഹു ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് ഷാഹിദുകളാണ്. അവൻ അള്ളാഹുവിൻ്റെ വലത്തുവശത്തേക്ക് ഉയർത്തപ്പെടുകയും അബ്ബയിൽ നിന്ന് റൂഹുൽ ഖുദ്ദൂസിൻ്റെ വാഗ്ദത്തം കബൂലാക്കുകയും ചെയ്ത് പകർന്നു തന്നിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവൂദ് ജന്നത്തിലേക്ക് കയറിയില്ല, എങ്കിലും അവൻ പറയുന്നു, റബ്ബ് എൻ്റെ റബ്ബിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുന്നത് വരെ എൻ്റെ വലത്തുവശത്തിരിക്കുക. അതിനാൽ അള്ളാഹു നിങ്ങൾ കുരിശിൽ തറച്ച ഈസയെ റബ്ബും അൽ മസീഹുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം മുഴുവനും സറാഹത്തായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടപ്പോൾ അവർ കൽബിൽ മുറിവേറ്റവരായി സഫ്വാനോടും മറ്റു സഹാബികളോടും ചോദിച്ചു, അഹ്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഫ്വാൻ പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്ത് മഗ്ഫിറത്തിനായി എല്ലാവരും ഈസാ അൽ മസീഹിൻ്റെ ഇസ്മിൽ മഹ്മൂദിയ കബൂലാക്കുകയും എന്നാൽ റൂഹുൽ ഖുദ്ദൂസിൻ്റെ ഹിബത്ത് നിങ്ങൾക്ക് കിട്ടും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരെയുള്ളവർക്കും നമ്മുടെ ഇലാഹായ റബ്ബ് തൻ്റെ ഹദറത്തിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. അവൻ മറ്റു പല കലാമുകളാലും അവർക്ക് ഷഹാദത്ത് നൽകുകയും ഈ ഷർറായ തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ ഇഖ്ലാസിലാക്കുവിൻ എന്ന് തഅലീം നൽകുകയും ചെയ്തു. അവൻ്റെ കലിമ കേട്ടവർ മഹ്മൂദിയ കബൂലാക്കി. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരുടെ കൂടെ കൂടി. അവർ തുടർച്ചയായി റസൂലുമാരുടെ തഅലീമാത്ത്, മുജ്തമിയ, അപ്പം മുറിക്കൽ, ദുആ എന്നിവയിൽ പങ്കുചേർന്നു. എല്ലാവരിലും പേടിയായി, കാരണം സ്വഹാബികളിലൂടെ പല കറാമത്തുകളും കുദറത്തുകളും നടന്നു. മോമിനീങ്ങൾ എല്ലാവരും ജമാഅത്താവുകയും അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ഓരോരുത്തർക്കും ആവശ്യമുള്ളതുപോലെ പങ്കിട്ടു. അവർ ഒരേ മനസ്സോടെ ദിവസവും ബൈത്തുള്ളയിൽ ജമാഅത്താവുകയും ബൈത്തുകളിൽ അപ്പം നുറുക്കിക്കൊണ്ട് സുറൂറും ഇഖ്ലാസും നിറഞ്ഞ കൽബോടെ ഒജീനത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ അള്ളാഹുവിന് ഹംദ് ചെയ്തും എല്ലാ മനുഷ്യരുടെയും പ്രീതി ആസ്വദിക്കുകയും ചെയ്തു. ഇഖ്ലാസിലാകുന്നവരെ റബ്ബ് അവരുടെ ജമാഅത്തിൽ ഓരോ ദിവസവും ചേർത്തുകൊണ്ടിരുന്നു.